നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. വെനിസ്വല US സംഘർഷങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്നലെ വോളറ്റിലാക്കി. ഇന്ത്യ വിക്സ് 7% സ്പൈക്ക് രേഖപ്പെടുത്തി. ഗോൾഡിലും ആ ഒരു വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വെനിസ്വലയായിട്ടൊരു തുറന്ന യുദ്ധത്തിലേക്ക് ഇല്ല എന്നുള്ള ട്രംപിൻ്റെ പ്രസ്താവന കാരണം US മാർക്കറ്റ് ഇന്നലെ ഗംഭീര റാലി രേഖപ്പെടുത്തി. FIS ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ 36 കോടി മാത്രമാണ് സെല് ചെയ്തത്. 1700 കോടി DAs ബൈ ചെയ്ത് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് എൻ്റർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4440, സിൽവർ 76, ബിറ്റ് കോയിൻ 93,000, ബ്രന്റ് ഓയിൽ 61, ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 26,393 ആണ്. നമുക്കുണ്ടായിരുന്ന ക്ലോസിങ് 26,330 ആയിരുന്നു. സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ആണ് ഉള്ളത്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഓസ്ട്രേലിയ, ചൈന കളെല്ലാം തന്നെ, ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ നിക്കി ജപ്പാൻ മാർക്കറ്റ് 1600 പോയിൻറ്റിൻ്റെ റാലി ഉണ്ടായിരുന്നു. ഇന്നും ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഏറ്റവും താഴെയാണ് US യൂറോപ്യൻ മാർക്കറ്റുകളുടെ പ്രകടനം. രണ്ടും ഗംഭീരമായിട്ടുള്ള റാലിയിലാണ്. പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് ഇടിഞ്ഞിരുന്നെങ്കിൽ കൂടിയും തിരിച്ചു കയറി. വിപ്രോ ഇടിഞ്ഞു 1.8, പീഡും തിരിച്ചു കയറി 3.6x നെറ്റ് മാർക്കറ്റ് അവേഴ്സിൽ റാലി രേഖപ്പെടുത്തി. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത, ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഫ്ലാറ്റോ അതല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പപ്പോ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് നമ്മൾ ഇന്ന് നമുക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. ഇനി നിഫ്റ്റിയുടെ ഈ ഒരു വർഷത്തിലെ ആദ്യത്തെ 2026 ആദ്യത്തെ എക്സ്പയറി ആണ് ഇന്നുള്ളത്. അപ്പോൾ ഓൾറെഡി തന്നെ വോളറ്റിലാണ് നിഫ്റ്റിയും. കൂടാതെ വിക്സ് സ്പൈക്ക് ചെയ്തതിനെ തുടർന്ന് എൻറ്റിയർ മാർക്കറ്റും വോളറ്റിലാണ്. കൂടാതെ പല കമ്പനീസും ഈ ബിസിനസ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വിടുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് നമുക്ക് നമ്മുടെ ഓപ്ഷനെല്ലാം തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർ വഴി ചെയ്യാൻ സാധിക്കും. പുതിയ ആളുകൾക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്കും വളരെയധികം ഗുണകരമായിട്ടുള്ള ബ്രോക്കറാണ്. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ വാർത്തകളൊക്കെ കിടക്കാം. ബൈ സെൽ റെക്കമെൻഡേഷൻ എല്ലാം. കൊട്ടക് ബാങ്ക് അവരുടെ ബിസിനസ് റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ അഡ്വാൻസ് 16% വർധനവുണ്ട്. ആക്സിസ് ബാങ്ക് അവരുടെ ഗ്രോസ് അഡ്വാൻസ് 14% വർധനവുണ്ട്. ട്രെൻഡ് റവന്യൂ 17% വർധനവ് രേഖപ്പെടുത്തി. എന്നാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് അഡ്വാൻസ് 13% ഇടിവ് രേഖപ്പെടുത്തി. L&T ഫിനാൻസ് ലോൺ ഡിസ്ട്രിബ്യൂഷൻ 50% വർധനവ് രേഖപ്പെടുത്തി. NBCC 134 കോടി രൂപയുടെ ഓർഡർ കിട്ടി. IEX 3% ഇലക്ട്രിക് വോളിയം വർധനവ് രേഖപ്പെടുത്തി. MOL ആവട്ടെ, അവർ ഹയസ്റ്റ് എവർ ക്വാർട്ടർ റിപ്പോർട്ടാണ് ഈ തവണ ഉള്ളത്. ഉത്തരാഖണ്ഡ് സ്മോൾ ഫിനാൻസ് ബാങ്ക് അവർ 4% ഡെപ്പോസിറ്റ് 5% ഇയർ ഓൺ ഇയർ ഉയർന്നു. ONGC ഇവർ ഗിഫ്റ്റ് സിറ്റിയിൽ ജപ്പാനിലുള്ള മിറ്റ്സുബി ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഒരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ പ്രോഗ്രാം അവർ ചെയ്യുന്നുണ്ട്. ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇവർ ഡെപ്പോസിറ്റ് 7%, അഡ്വാൻസ് 13% വർധനവ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ന്യൂസുകൾ. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസ് അടുത്താം. താങ്ക് യു.